കേരള ടു ദുബായ് ട്രിപ്പ് പ്ലാൻ ചെയ്യണോ നിങ്ങൾ? ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നമസ്കാരം, ഞാൻ അജയ്. വൈക്കേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കേരള ടു ദുബായ് എപ്പോൾ പോകണം, എങ്ങനെ പോകണം, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എത്ര രൂപ ചെലവാകും, വിസ എങ്ങനെയാണ് എടുക്കേണ്ടത് തുടങ്ങി ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വേറെ ഒരു വീഡിയോ കണ്ട ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഉണ്ടാകും. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അതൊരിക്കലും ഒരു നഷ്ടമായിരിക്കില്ല. ഹബീബി, ദുബായിനെ കുറിച്ച് മലയാളികളോട് എന്ത് ഇൻട്രോ പറയാനാ? ലക്ഷറിയുടെ അവസാന വാക്ക് അതാണ് ദുബായ്. സ്കൈ സ്കേപ്പേഴ്സ്, ഡെസേർട്ട്, ഷോപ്പിംഗ്, ഫുഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് നമുക്ക് ദുബായ് എല്ലാവരുടെയും ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആവാനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന്, നമുക്ക് മലയാളികൾക്ക് ഫ്ലൈറ്റിന്റെ റേറ്റ് വളരെ കുറവാണ്. പിന്നെ ദുബായ് ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും മലയാളീസ് ഉണ്ടാവും, അതുകൊണ്ട് ലാംഗ്വേജിന്റെ ഇഷ്യൂവേ വരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ മൊബൈലും പ്ലേ സ്റ്റേഷനിലും ലാപ്ടോപ്പും ക്യാമറയൊക്കെ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് ദുബായിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇത് മാത്രമല്ല, പല കൺട്രീസിലുള്ള ആൾക്കാർ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ദുബായ്. ഇവരെല്ലാവരെയും കാണാനും ഇവരുടെ കൾച്ചർ എടുത്തറിയാനും ഇവരുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം നമുക്ക് ദുബായിലുണ്ട്. അപ്പൊ ദുബായിക്ക് പോകാൻ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വേണ്ടാന്ന് വെക്കരുത്. 7 എമിറേറ്റ്സ് ചേരുന്നതാണ് UAE, അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇതിലൊരു എമിറേറ്റ് ആണ് ദുബായ്. നമ്മൾ ദുബായ് എമിറേറ്റ്സ് മാത്രമല്ല, ഷാർജ എമിറേറ്റ്സും അതേപോലെ തന്നെ അബുദാബിയും ചിലപ്പോൾ ട്രിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ദുബായിലെ കറൻസി എന്ന് പറയുന്നത് ദിർഹമാണ്. ദിർഹത്തിന്റെ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു ദിർഹം എന്ന് പറയുന്നത് ഏകദേശം 24 രൂപയാണ്. ദുബായ് നമ്മളെക്കാളും 1.5 മണിക്കൂർ പിന്നിലാണ്. അതായത് ഇവിടെ ഒരു 10 മണി ആകുമ്പോൾ ദുബായിൽ ഏകദേശം 8:30 ആയിട്ടേ ഉണ്ടാവുള്ളൂ. ദുബായിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ വിസയുടെ ആവശ്യമുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ദുബായിക്കുള്ള വിസ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ട്രാവൽ ഏജന്റിന്റെ സഹായത്തോടെ മാത്രമാണ് ദുബായിലേക്ക് വിസ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ദുബായ് ടൂറിസ്റ്റ് വിസ പല കാറ്റഗറിയിലുള്ളതുണ്ട്. ഒന്ന്, സിംഗിൾ എൻട്രി 30 ഡേയ്സ് വിസ, പിന്നെ സിംഗിൾ എൻട്രി 60 ഡേയ്സ് വിസ, പിന്നെ മൾട്ടി എൻട്രി 30 ഡേയ്സ് വിസ, മൾട്ടി എൻട്രി 60 ഡേയ്സ് വിസ. ടൂറിസം ആവശ്യത്തിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സിംഗിൾ എൻട്രി 30 ഡേയ്സ് വിസയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇത് എടുക്കാനായിട്ട് ഏകദേശം 8,000 രൂപയോളം ചെലവാകും. ദുബായ് വിസയ്ക്കായിട്ട് നിങ്ങൾ അടുത്തുള്ള ഏജന്റിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ട്രാവൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അതിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ദുബായ് വിസയ്ക്ക് മുന്നേ അങ്ങനെ റിക്വയർമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ അക്കൗണ്ടിൽ ഏകദേശം ഒരു 3000 ദിർഹംസോളം കാണിക്കണമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് കാണിക്കണം. ഇമിഗ്രേഷനിൽ എല്ലാവരോടും ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും കുറച്ച് പേരോടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് കാണിച്ചാലും മതി. ദുബായ് വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നവംബർ ടു മാർച്ച് ആണ്. ഈ ടൈമിൽ വെതറൊക്കെ അത്യാവശ്യം അടിപൊളിയായിരിക്കും. പിന്നെ ഏപ്രിൽ മെയ്യും വലിയ കുഴപ്പമില്ല. ഈ ടൈമിൽ നമുക്ക് ഹോട്ടൽസിന്റെ ഒക്കെ റേറ്റ് ഒക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും. അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മെയ്യിലേക്ക് പോവാം. മെയ് തൊട്ട് നവംബർ വരെയുള്ള ടൈം അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ടൈമിൽ ദുബായ് ഒക്കെ നമുക്ക് ചീപ്പ് റേറ്റിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ദുബായ് പോകുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം സിം. നിങ്ങളുടെ നമ്പർ തന്നെ ഇന്റർനാഷണൽ പാക്കേജ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാം. അതല്ല, നിങ്ങളുടെ ഫോൺ ഇ സിം കേപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇ സിം പർച്ചേസ് ചെയ്യാം. മെട്രിക്സിന്റെ ഇ സിം ആണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറ്. ഇതല്ലെങ്കിൽ ദുബായ് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് സിം എടുക്കാം. ഡ്യൂവിന്റെ സിം ആണ് സാധാരണ എല്ലാവരും എടുക്കാറ്. നമുക്ക് ഇമിഗ്രേഷന്റെ ടൈമിൽ ചിലപ്പോൾ ഡ്യൂവിന്റെ സിം ഫ്രീ ആയിട്ട് തരാനും സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തു പോയിട്ട് റീചാർജ് ചെയ്യേണ്ട ആവശ്യകതയേ ഉള്ളൂ. അതല്ലാതെ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് സിം പർച്ചേസ് ചെയ്യാതിരിക്കുമായിരിക്കും നല്ലത്. ഇനി രണ്ടാമത്തെ കാര്യം കറൻസി വേണമെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് പോവാം. അതല്ലെങ്കിൽ അവിടെ എയർപോർട്ട് ചെന്നിട്ടായാലും കൺവേർട്ട് ചെയ്യാം. നിങ്ങൾ ഫോറക്സ് കാർഡ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ പല സ്ഥലത്തും 2.5% മുതൽ 3% വരെ എക്സ്ട്രാ ചാർജ് ചെയ്യാറുണ്ട് ദുബായിൽ. പിന്നെ നമ്മൾ ടൂറിസ്റ്റ് വിസയിലുള്ളവർക്ക് ദുബായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് റിട്ടേൺ കിട്ടും. ഈ ടാക്സ് റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ബില്ല് കളക്ട് ചെയ്യണം. ബില്ല് കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് അവരോട് എൻട്രി ചെയ്യാൻ പറയണം. അപ്പോഴാണ് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ഈ ടാക്സ് റിട്ടേൺ കിട്ടുള്ളൂ. പിന്നെയുള്ള കാര്യമാണ് ചാർജിംഗ് പോർട്ടുകൾ. ഇന്ത്യയിലെ ചാർജിംഗ് പോർട്ട് അല്ല ദുബായിലെ ഉള്ളത്. അതുകൊണ്ട് യൂണിവേഴ്സൽ ചാർജർ അഡാപ്റ്റർ എന്തായാലും കൊണ്ടുപോകാം. UAE ഒരു മുസ്ലിം കൺട്രി ആണെന്നുണ്ടെങ്കിലും ദുബായിൽ ധാരാളം മദ്യവും കാര്യങ്ങളൊക്കെ കുറഞ്ഞ റേറ്റിന് കിട്ടും. ഇതൊന്നും ഒരു കാരണവശാലും പബ്ലിക്കായിട്ട് യൂസ് ചെയ്യരുത്. ഒരു പ്രൈവറ്റ് സ്പേസ് ഇരുന്ന് മാത്രമാണ് ഇതെല്ലാം യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പബ്ലിക് അഫെക്ഷൻ ഒക്കെ കുറച്ച് കുറയ്ക്കുക. ഇതൊന്നും സോഷ്യലി അക്സെപ്റ്റഡ് നോംസ് അല്ല ദുബായിൽ. പിന്നെ റമദാൻ ടൈമിൽ പോകുമ്പോൾ നമ്മൾ നോമ്പിനെയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ദുബായിലേക്കുള്ള ഡയറക്ട് ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണ്. ഒരു 6000 രൂപയ്ക്കാണ് സാധാരണ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരിക. നിങ്ങൾ എയർപോർട്ട് ചൂസ് ചെയ്യുമ്പോൾ അബുദാബി എയർപോർട്ടും കൂടെ കൺസിഡർ ചെയ്യുക. അബുദാബി എയർപോർട്ടിലേക്കായിരിക്കും റേറ്റ് കുറയാനുള്ള സാധ്യത. ഇതുകൊണ്ട് മാത്രമല്ല, അബുദാബി എയർപോർട്ട് നല്ല അടിപൊളി എയർപോർട്ടാണ്. അത് കാണാനും കുറച്ചുണ്ട്.
പിന്നെ ദുബായിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്റേണൽ ട്രാൻസ്പോർട്ടിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ മെട്രോയാണ്. ഓഫീസ് ടൈമിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും ഈ മെട്രോയിൽ, ബാക്കിയുള്ള ടൈമിലൊക്കെ കൺവീനിയന്റ് ആയിരിക്കും. മെട്രോയിൽ ട്രാവൽ ചെയ്യാനായിട്ട് നോൾ കാർഡ് എടുക്കുക. അത് എല്ലാ മെട്രോ സ്റ്റേഷനിലും അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ സൈറ്റ് സീയിങ്ങിനൊക്കെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് സർവീസും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ള ഓപ്ഷൻ ആണ് ക്യാബ് സർവീസുകൾ. ഇഷ്ടംപോലെ ലോക്കൽ ക്യാബുകളൊക്കെ അവൈലബിൾ ആയിരിക്കും, പക്ഷെ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. മാക്സിമം ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. ഇവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഊബർ, ബോൾട്ട്, ഗ്രാബ് ഒക്കെയാണ്. പിന്നെ ഇങ്ങനെ ഊബർ വിളിക്കുമ്പോൾ സാധാരണ നമ്മുടെ ലോക്കൽ വണ്ടികളൊക്കെ വരുന്നത് കുറവാണ്. മിക്കപ്പോഴും നല്ല ലക്ഷറി വണ്ടികളാണ് വരാൻ സാധ്യത. ലക്ഷറി കാറുകളിലൊക്കെ കയറാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ഈ സർവീസ് ഒക്കെ യൂസ് ചെയ്യുക. ഒരു 6 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ദുബായ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ കൂടെ സ്കൈ ഡൈവിംഗ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ 1 ഡേ കൂടെ കരുതുക. ഇനി ദുബായ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അടിപൊളി ട്രിപ്പ് പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ 6 ഡേയ്സിന്റെ പ്ലാൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു അടിപൊളി ട്രിപ്പ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ ട്രിപ്പ് പ്ലാൻ ഒന്നും നിങ്ങൾ എഴുതിയെടുത്ത് കഷ്ടപ്പെടേണ്ട, നമ്മുടെ വൈക്കേസിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് വൈക്കേസിന്റെ ആപ്പ് കയറി ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ദുബായ് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ തന്നെ വൈക്കേസിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡേ 1 നിങ്ങൾ കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ദുബായിലേക്ക് പോവുക. ദുബായ്, അബുദാബി അല്ലെങ്കിൽ ഷാർജ അല്ലെങ്കിൽ അല്ലൈൻ ഏത് എയർപോർട്ടിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇമിഗ്രേഷന് പോവുക. അപ്പൊ ഇമിഗ്രേഷനൊക്കെ കോൺടാക്ട്ലെസ് ആണ് ദുബായിലൊക്കെ. സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ഇനി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഹോട്ടൽ എവിടെയാണ് ബുക്ക് ചെയ്തേക്കണേ, എന്തിനാണ് വന്നത്, അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് എത്ര ഉണ്ടെന്നുള്ളത്. അപ്പൊ അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവരപ്പ തന്നെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഇറക്കി വിടും. ഇമിഗ്രേഷന്റെ ടൈമിൽ ഓഫർ ഒക്കെ ഉള്ള ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് സിം കിട്ടും. നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് നേരെ പോകേണ്ടത് ഹോട്ടലിലേക്കാണ്. ഹോട്ടലിലേക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടാക്സി വിളിച്ചു പോവാം, അതല്ലെങ്കിൽ മെട്രോയിലും പോകാവുന്നതാണ്. നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണോ പ്രിഫറൻസ് അതനുസരിച്ച് വേണം ഹോട്ടൽ ബുക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ ദേറ അല്ലെങ്കിൽ ബർദുബായ് ഏരിയയിൽ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ സോളോ ട്രാവലേഴ്സിന് ഹോസ്റ്റൽസിന്റെ സൗകര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഡോർമെട്രി അവൈലബിൾ ആണ്. ബട്ട് സോളോ ട്രാവൽ ചെയ്യുന്ന ഗേൾസിന് ഇവിടെ ഡോർമെട്രിയോ അല്ലെങ്കിൽ ഹോസ്റ്റൽസോ അവൈലബിൾ അല്ല. ഇനി നിങ്ങൾ കുറച്ച് ലക്ഷറി ആയിട്ടുള്ളതാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഡൗൺ ടൗൺ അല്ലെങ്കിൽ ഷെയ്ഖ് സായിദ് റോഡിൽ എടുക്കാവുന്നതാണ്. നിങ്ങൾ എവിടെയാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് എത്തുക, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുക, ഫ്രഷ്നപ്പ് ആവുക, ദുബായ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങുക. ദുബായിൽ എത്തിക്കഴിയുമ്പോൾ ആദ്യം തന്നെ പോകാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ദുബായ് മോളിലേക്കാണ്. ഡൗൺ ടൗണിലാണ് ദുബായ് മോൾ വരുന്നത്. ദുബായ് മോള് ശരിക്കും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ദുബായ് മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാലും തീരില്ലാത്ത അത്രയും വലിയൊരു മോളാണ്. എല്ലാവിധ ലക്ഷറി ബ്രാൻഡ്സിനും ഇവിടെ ഷോറൂം ഉണ്ട്. ദുബായ് മോളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര കോടി രൂപ വേണമെങ്കിലും നമുക്ക് ദുബായ് മോളിൽ ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്ത് തീർക്കാൻ പറ്റും. ദുബായ് മോളിൽ പിന്നെ അക്വേറിയം ഉണ്ട്, അണ്ടർ വാട്ടർ സൂ ഉണ്ട്, പിന്നെ VR പാർക്കും ഉണ്ട്. ദുബായ് അക്വേറിയം പുറത്തുനിന്ന് കാണാനായിട്ട് ഫ്രീ ആണ്. ദുബായ് അക്വേറിയത്തിൽ ഒരു ടണൽ ഉണ്ട്. ഈ ടണലിന്റെ ഉള്ളിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും. ഇത് കൂടാതെ അണ്ടർ വാട്ടർ സൂ ഉണ്ട്. ഈ അണ്ടർ വാട്ടർ സൂവിലാണ് പെൻക്വിനൊക്കെ ഉള്ളത്. അപ്പൊ കുട്ടികളായിട്ട് വരുവാണെങ്കിൽ പെൻക്വിനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും അണ്ടർ വാട്ടർ സൂവിൽ പോവുക. ഇവിടുത്തെ VR പാർക്ക് അടിപൊളിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിനും എൻട്രി ടിക്കറ്റ് ഉണ്ട്. ഈവനിങ് ആകുമ്പോഴത്തേക്കും ദുബായ് മോളൊക്കെ കണ്ടിട്ട് നേരെ ബുർജ് ഖലീഫയിലേക്ക് പോവുക. ദുബായ് മോളിൽ നിന്ന് തന്നെ നടന്നു പോകാന്നുള്ളൂ ബുർജ് ഖലീഫയിലേക്ക്. ബുർജ് ഖലീഫ പുറത്തുനിന്ന് കാണാനായിട്ട് ഫ്രീ ആണ്. പിന്നെ 124ാമത്തെ ഫ്ലോറിലും 125ാമത്തെ ഫ്ലോറിലും പിന്നെ 148ാമത്തെ ഫ്ലോറിലും ഒബ്സർവേഷൻ ഡെക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എൻട്രി ടിക്കറ്റ് ഉണ്ടാവും. ഈ എൻട്രി ടിക്കറ്റ് ഓരോ ടൈമിങ്ങിലും ഓരോ പ്രൈസ് ആണ്. സൺസെറ്റിന്റെ ടൈമിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ്. നിങ്ങൾ നേരത്തെ പോയി സൺസെറ്റ് വരെ അവിടെ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ കാശ് കൊടുക്കൽ നമുക്ക് ഒഴിവാക്കാം. ദുബായ് മോളിൽ പോയി അങ്ങനെ സൺസെറ്റ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഫ്രണ്ടിൽ ഒരു പാർക്ക് ഉണ്ട്. ഈ പാർക്കിൽ കുറെ നേരം നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം, വേണമെങ്കിൽ ഒരു വാക്കിനൊക്കെ പോവാം. ഇത് കൂടാതെ ഇവിടെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. ഇത് ഒരു കാരണവശാലും മിസ്സാക്കരുത്. വൈകിട്ട് 7 മണി തൊട്ട് 11 മണി വരെ അരമണിക്കൂർ ഇടവിട്ട് എപ്പോഴും ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടാവും. പിന്നെ ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടം പോലെ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ടർക്കിഷ് ഷവർമയൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും അവിടെ പോയി ടർക്കിഷ് ഷവർമയൊക്കെ കഴിക്കാം. ഇനി നമ്മുടെ നാട്ടിലെ ചായ കുടിക്കാൻ തോന്നുവാണെങ്കിൽ ഈ ചായയുടെ അവിടുത്തെ പേര് ഫ്രഷ് മിൽക്ക് എന്നാണ്. പിന്നെ സ്കിംഡ് മിൽക്കിന്റെ ഒരു ചായ ഉണ്ട്. ഇതിന്റെ പേരാണ് കരക്ക്. ഈ കരക്കും റസ്കും ഒരു അടിപൊളി കോംബോയാണ്. എന്തായാലും ഒരു പ്രാവശ്യം അത് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്കും ഡേ 1 വൈൻഡപ്പ് ചെയ്യുക, നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുക. ഡേ 2 ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ദുബായ് സിറ്റി ടൂറിന് വേണ്ടി പോവാം. ദുബായിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്ത് ചെറിയ കൺസ്ട്രക്ഷൻ ആണെങ്കിലും അതിനൊരു എസ്തെറ്റിക് ഭംഗി ഉണ്ടാവും. ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണെങ്കിൽ സാധാരണ ഒരു ബ്രിഡ്ജ് ആയിരിക്കില്ല, അത് എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആക്കാൻ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം അവർ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. ഇനി ഒരു ചെറിയ വാക്വേ ആണെന്നുണ്ടെങ്കിലും അതിനോടൊരു ഗാർഡനും ഒരു പേവിംഗ് ടൈലൊക്കെ വെച്ച് ഒരു പ്രത്യേക ഭംഗിയാണ് ദുബായിലെ എല്ലാവിധ കൺസ്ട്രക്ഷൻസിനും. ഇപ്പൊ സിറ്റി ടൂർ ഒക്കെ നടത്തുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. സിറ്റി ടൂറിൽ മെയിൻലി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഒന്ന് ദുബായ് ഫ്രെയിം. ദുബായ് ഫ്രെയിമിന്റെ മുകളിൽ ഒരു ചെറിയ സ്കൈ വാക്ക് ഒക്കെ ഉണ്ട്.
ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ പോവാം. പിന്നെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ കാണാൻ വേണ്ടി പോവാം. പിന്നെ ഓൾഡ് ദുബായ് കാണാൻ വേണ്ടി പോവാം. ഇത് കൂടാതെ അൽ ഫഹീദ് ഹിസ്റ്റോറിക്കൽ നെയ്ബർഹുഡും കൂടെ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സിറ്റി ടൂർ കവർ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ദുബായ് സിറ്റി ടൂർ ഒക്കെ കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കുക. ലഞ്ച് കഴിച്ചതിന് ശേഷം പതുക്കെ ഡെസേർട്ട് സഫാരിക്ക് വേണ്ടി പോവാം. ഈ ഡെസേർട്ട് സഫാരി ഒക്കെ നമ്മൾ പാക്കേജ് ആയിട്ട് എടുക്കണതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ അവർ ഹോട്ടലിൽ വന്ന് നമ്മളെ പിക്കപ്പ് ചെയ്തോളും. അത് കഴിഞ്ഞിട്ട് ഡെസേർട്ടിലേക്ക് കൊണ്ടുപോകും. ഈ ഡെസേർട്ടിലേക്ക് കൊണ്ടുപോകുന്നവർക്ക് ഡൂൺ സ്മാഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഡെസേർട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. ഇവിടെയാണ് ആക്ടിവിറ്റി ഏരിയ. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് സൺസെറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കൾച്ചറൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കൾച്ചറൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണാം. ഇതിന്റെ കൂടെ ഇവർ ഫുഡ് സെർവ് ചെയ്യും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെസേർട്ടിൽ ഒരു ദിവസം താമസിക്കാം. അതല്ലെങ്കിൽ നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇവർ തിരിച്ച് ഹോട്ടലിലേക്ക് ഡ്രോപ്പ് ചെയ്യും. ഇത്രയാണ് ഡേ 2 നമുക്ക് ചെയ്യാവുന്നത്. ഡേ 3 നിങ്ങൾ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ഉള്ളിൽ കയറി കാണുക. മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ഒരു വ്യത്യസ്ത തരം മ്യൂസിയം ആണ്. നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നത് പഴയ കാലത്തുള്ള സാധനങ്ങളൊക്കെയാണ് മ്യൂസിയത്തിൽ. നമ്മുടെ ഫ്യൂച്ചറിലെ ലിവിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് കാണിക്കുന്നതാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. നമ്മുടെ ഹ്യൂമൻസും റോബോട്ട്സും തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയായിരിക്കും, ഇക്കോളജി എങ്ങനെയായിരിക്കും, ക്ലൈമറ്റിക് കണ്ടീഷൻ എങ്ങനെയായിരിക്കും, സ്പിരിച്വാലിസം എന്തായിരിക്കും, ഇതൊക്കെ ഒരു സ്റ്റോറി ടെല്ലിംഗിലൂടെ പറയുന്നതാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. ഇതൊക്കെ ക്രേസ് ഉള്ളവര് എന്തായാലും ഇത് ഉള്ളിൽ കയറി കാണുക. ഇത് കഴിഞ്ഞ് നമുക്ക് പാം ജുമേരയിലേക്ക് പോവാം. പാം ജുമേരിയ ഒരു മാൻമേഡ് ഐലൻഡ് ആണ്. അതായത് നമ്മുടെ പനയുടെ ഷേപ്പുള്ള ഐലൻഡ്. ലോകത്തെ ഏറ്റവും വലിയ വാട്ടർ തീം പാർക്ക് എല്ലാം ഇവിടെയാണ് ഉള്ളത്. ഇവിടെ തന്നെയാണ് ഹോട്ടൽ അറ്റ്ലാന്റിസും ഉള്ളത്. ഹോട്ടൽ അറ്റ്ലാന്റിസിൽ താമസിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ഈ വാട്ടർ തീം പാർക്കിൽ പോവാം. അതല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഈ വാട്ടർ തീം പാർക്കിലേക്ക് പോകാനായിട്ട്. ഇനി ചെറിയ ബഡ്ജറ്റിൽ ജുമേരയെ കാണാനായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഈ വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 70 ദിർഹംസ് ആണ്. ഇതിന്റെ അകത്തുനിന്ന് 52ാമത്തെ നിലയിൽ നിന്ന് നമുക്ക് ഈ പാം ജുമേരയെ കാണാനായിട്ട് പറ്റും. നിങ്ങൾ പാർക്കിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇങ്ങോട്ട് വരിക, എന്നിട്ട് ഫുൾ ഡേ പാർക്കിൽ സ്പെൻഡ് ചെയ്യാം. ഇതല്ലെങ്കിൽ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നേരെ ബീച്ചിലേക്ക് പോവാം. മെയിൻലി 3 ബീച്ചാണ് നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ജുമേരിയ ബീച്ച്, കൈറ്റ് ബീച്ച്, പിന്നെ ലമാർ ബീച്ച്. ജുമേരിയ ബീച്ചിൽ എന്തായാലും പോകണം. മറ്റേ 2 ബീച്ചിൽ ഏതെങ്കിലും ഒരെണ്ണം പോയാലും മതി. ഈ ജുമേരിയ ബീച്ചിലാണ് ലോകത്തെ ആകെയുള്ള 7 സ്റ്റാർ ഹോട്ടലൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാം. താമസിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളവർ എന്തായാലും കയറി ഒരു ദിവസം താമസിച്ചോളൂ. കൈറ്റ് ബീച്ചിലാണ് സർഫിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങോട്ട് പോവാം. അത്യാവശ്യം എല്ലാ ബീച്ചിലെയും പോലെയുള്ള എല്ലാവിധ വാട്ടർ ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നൈറ്റ് ആകുമ്പോഴത്തേക്കും മരീനയിലേക്ക് പോവാം. നൈറ്റ് ആകുമ്പോഴത്തേക്കും ഈ സ്കൈ സ്ക്രേപ്പേഴ്സ് ഒക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോക്രോസ് ഡിന്നറും കൂടെ എക്സ്പ്ലോർ ചെയ്യാം. ഇത്രയാണ് ഡേ 3 വരിക. നിങ്ങൾ സ്കൈ ഡൈവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ഈ പാം ജുമേരിയയിൽ തന്നെയാണ്. അത് നിങ്ങൾ ഒരു ഡേ എക്സ്ട്രാ വേണം. അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏർലി മോർണിംഗ് അവിടെ എത്തണം. 2400 ദിർഹംസ് ഒക്കെയാണ് സ്കൈ ഡൈവിംഗിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. സ്കൈ ഡൈവിംഗ് ഇവിടെ മാത്രമല്ല ഡെസേർട്ടിലും ഉണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് പാം ജുമേരയിൽ തന്നെയാണ്. സ്കൈ ഡൈവ് ചെയ്യാനായിട്ട് നേരത്തെ ബുക്ക് ചെയ്യുക. ഇനി അത് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡേ 4 നമുക്കൊരു ലക്ഷറി യാട്ട് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ യാട്ട് റൈഡിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 300 ദിർഹംസ് ഒക്കെയാണ്. അത് മോർണിംഗിലാണെങ്കിലാണ് ഈ റേറ്റ്. സൺസെറ്റിന്റെ ടൈമിലൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളിയാണ്. പക്ഷെ ഈ ടൈമിൽ ഭയങ്കര റേറ്റ് കൂടുതലായിരിക്കും. ഈ യാട്ട് റൈഡിന് തന്നെ ഓരോ ഡെക്കിലും ഓരോ റേറ്റ് ആണ്. ഈ യാട്ട് റൈഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ നേരെ മിറാക്കിൾ ഗാർഡനിലേക്ക് പോവുക. സാധാരണഗതിയിൽ സെപ്റ്റംബർ ടു ഏപ്രിൽ വരെയാണ് മിറാക്കിൾ ഗാർഡൻ ഓപ്പൺ ആയിട്ട് ഉണ്ടാവുക. നമ്മൾ കണ്ടാലും തീരാത്ത അത്രയും വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് മിറാക്കിൾ ഗാർഡനിലുണ്ട്. അതും ഓരോ തീമായിരിക്കും ഓരോ വർഷം ഉണ്ടാവുക. ഒരു കാരണവശാലും മിറാക്കിൾ ഗാർഡൻ നിങ്ങളുടെ ഐറ്റിനറിയിൽ നിന്ന് ഒഴിവാക്കരുത്. ഈ മിറാക്കിൾ ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതാണ് ഗ്ലോബൽ വില്ലേജ്. പല രാജ്യക്കാരുടെ ഫുഡ് സ്റ്റോളുകളും അതേപോലെ സ്ട്രീറ്റ് ഷോയും എല്ലാം കൂടെ ഒറ്റ കുടക്കീഴിൽ കാണാനായിട്ട് ഗ്ലോബൽ വില്ലേജിലേക്ക് പോയാൽ മതി. പല വെറൈറ്റി ഫുഡും കൾച്ചറും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഗ്ലോബൽ വില്ലേജ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാം. ആകെ 25 ദിർഹംസ് ആണ് ഇതിന്റെ എൻട്രി ഫീ ഉള്ളൂ. ഗ്ലോബൽ വില്ലേജും കൂടെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ആകുമ്പോഴത്തേക്കാണ് തിരിച്ച് ഹോട്ടലിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഡേ 5 നമ്മൾ അബുദാബി എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് പോവുക. ശരിക്കും അബുദാബി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും മിനിമം വേണം. അപ്പൊ അത്രയും ടൈം സ്പെൻഡ് ചെയ്യാനില്ലാത്തവർ ഒരു ഡേ ട്രിപ്പ് ആയിട്ട് അബുദാബി കവർ ചെയ്യുക. അബുദാബിയിലേക്ക് ഏകദേശം 1.5 മണിക്കൂർ ജേർണി ഉണ്ട് ദുബായിൽ നിന്ന്. അബുദാബിയിൽ നമുക്ക് മെയിൻലി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഷെയ്ഖ് സായിദ് മോസ്ക് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോസ്ക് ആണ്. അതേപോലെ തന്നെ ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ മോസ്കിലേക്കാണ് പോണേ. അപ്പൊ അതിന് റെസ്പെക്ട് ചെയ്യുന്ന ടൈപ്പ് ഡ്രസ് ഇട്ടിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. പിന്നെ നേരെ യാസ് ഐലൻഡിലേക്ക് പോവാം. ഈ യാസ് ഐലൻഡിലാണ് ഫെരാരി വേൾഡും അതേപോലെ തന്നെ വാർണർ ബ്രോസ് സ്റ്റുഡിയോ ഒക്കെ വരുന്നത്. ഫെരാരി വേൾഡും വാർണർ ബ്രോസ് സ്റ്റുഡിയോയും കൂടെ ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാർസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഫെരാരി വേൾഡിൽ പോവാം. ഇവിടെയാണ് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്റർ ഒക്കെ ഉള്ളത്. ഇത് കൂടാതെ വേറെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വാർണർ ബ്രോസ് സ്റ്റുഡിയോയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റ്മാനെയും സൂപ്പർമാനെയും സ്കൂബിഡോനെയും ടോം ആൻഡ് ജെറിനെയും ഒക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ തന്നെ ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ട്. ഇനി അത് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ബീച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം നമുക്ക് ദുബായിലേക്ക് തിരിച്ചു വരാനായിട്ട്. എക്സ്ട്രാ ഡേയ്സ് ഉണ്ടെങ്കിൽ വാർണർ ബ്രോസ് സ്റ്റുഡിയോയും ഫെരാരി വേൾഡും പിന്നെ ഈ വാട്ടർ തീം പാർക്കും എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഡേ 6 നിങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് മാറ്റി വയ്ക്കുക. ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങാനാണെന്നുണ്ടെങ്കിൽ നേരെ നെസ്റ്റോയിലേക്ക് പോവുക. അവിടെ ഓഫറിലുള്ള ചോക്ലേറ്റ്സ് ഒക്കെ നോക്കി മേടിക്കുക. നല്ല ലാഭത്തിൽ നമുക്ക്
മേടിക്കാൻ പറ്റും. ഇനി ടോയ്സ് ഒക്കെയാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നേരെ എവരിഡേ മോളിലേക്ക് പോവുക. മൊബൈല്, ക്യാമറ, PC ഒക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നേരെ ദേരയിലേക്ക് വിടുക. നിങ്ങൾ ദേരയിൽ പോകുമ്പോൾ അബ്ര, അതായത് കഴുത്തുവഞ്ചി കയറി നമുക്ക് നൈഫ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകാൻ പറ്റും. അവിടുന്ന് നമുക്ക് ഒരുപാട് സൊവനീഴ്സ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റിൽ മേടിക്കാനായിട്ട് പറ്റും. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും മേടിക്കാനല്ലെങ്കിലും ഈ അബ്രയിൽ ഒന്ന് കയറി യാത്ര ചെയ്യാന്നുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഗോൾഡ് മേടിക്കാനായിട്ട് ഗോൾഡ് സൂക്കാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾ സാധനങ്ങളെല്ലാം മേടിക്കുന്നതിന് മുന്നേ നൂണിൽ കയറിയിട്ട് റേറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മേടിക്കുന്നത് നന്നായിരിക്കും. ഈ നൂൺ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഡെലിവറി ആപ്പാണ്. ഇനി നൂണിലാണോ അല്ലെങ്കിൽ കടകളിലാണോ കൂടുതൽ റേറ്റ് എന്നുള്ളത് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് മേടിക്കാം. 20 മിനിറ്റിനുള്ളിൽ നൂണിൽ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഏതാണോ ലാഭകരം അതനുസരിച്ച് മേടിക്കുക. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നൈറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറാം. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും അതിന്റെ ടാക്സ് റിട്ടേൺ ഉള്ളതാണ്. അത് എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് മേടിക്കാനുള്ളത്. അതുകൊണ്ട് എയർപോർട്ടിൽ കുറച്ച് മുന്നേ ആയിട്ട് എത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ദുബായിൽ ട്രൈ ചെയ്യാനായിട്ട് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് ചാർക്കോൾ. നമ്മുടെ അൽഫാമിനാണ് ഈ ചാർക്കോൾ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഷവർമ, നമ്മുടെ നാട്ടിലെ ഷവർമയും ഇവിടുത്തെ ഷവർമയും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ മന്തി, മക്ബൂദ് റൈസും ബ്രോസ്റ്റും എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇവൻ മന്തി കഴിക്കാൻ പോകുമ്പോൾ തന്നെ ഒരു 3 കോഴ്സ് മീലൊക്കെ ആയിട്ടാണ് മന്തി നമുക്ക് സെർവ് ചെയ്യാം. ആദ്യമേ സൂപ്പ് വരും, പിന്നെ മന്തി വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്വീറ്റും തരും. ഇത് മാത്രമല്ല പല കൺട്രിയിലുള്ള കൊസീൻസും നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി എല്ലാവരും കാത്തിരുന്ന ഗോൾഡൻ ക്വസ്റ്റ്യൻ, എത്ര രൂപ ചെലവാകും? ഫ്ലൈറ്റ് ടു ആൻഡ് ഫ്രോ ഏകദേശം ഒരു 18,000 രൂപ എടുത്ത് എന്തായാലും ആവും. വിസയ്ക്ക് ഒരു 8,000 രൂപ കൂട്ടിക്കോ. ഒരു ഡീസന്റ് റൂമിന് ഏകദേശം ഒരു 4,500 രൂപ എന്തായാലും ആവും. നിങ്ങൾ ഫുള്ള് ക്യാബിലാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 10,000 രൂപ പെർ ഡേ ആവും. ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഡെയിലി ഒരു 1000 രൂപ വെച്ച് കൂട്ടിക്കോ. പിന്നെ ആക്ടിവിറ്റീസും സൈറ്റ് സീയിങ്ങും എല്ലാം കൂടി ഒരു 15,000 രൂപ. സോ നിങ്ങൾ എത്ര ദിവസമാണ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതും ഈ ഡേയ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് കിട്ടും. എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 5 ഡേ 4 നൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ദുബായ് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാനായിട്ട് ഏകദേശം 38,000 രൂപയാവും. അധികം പിശിക്കുകയല്ല, അധികം ലക്ഷറി അല്ല എന്നുള്ള റേഞ്ചിൽ. ഫ്ലൈറ്റിന്റെ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്യാത്ത റേറ്റ് ആണ് ഈ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ദുബായ് കെയർ ഫ്രീ ആയിട്ട് പോകണം, അതായത് അധികം പ്ലാൻ ചെയ്യുന്നില്ല എന്ന ഒരു അടിപൊളി പ്ലാൻ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രാവൽ കമ്പനിയായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ ട്രാവൽ കമ്പനിയുടെ പേര് വൈക്കേസ് എന്നാണ്. നമുക്ക് ഡൊമസ്റ്റിക്കും ഇന്റർനാഷണൽ ആയിട്ട് 40+ ഡെസ്റ്റിനേഷനിലേക്ക് ട്രിപ്സ് ഉണ്ട്. സോ നല്ല സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ദുബായ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ. ഇനി ഈ ദുബായ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക, അതല്ലെങ്കിൽ ഇൻസ്റ്റയിൽ DM ചെയ്യാം. എനിക്ക് അറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ റിപ്ലൈ തരാം, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിൽ റിപ്ലൈ ചെയ്യാം. പിന്നെ വൈക്കേസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. ഐറ്ററി അതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ഹോട്ടൽ റെക്കമെൻഡേഷൻ. ഇനി ദുബായ് പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിനോ ഫാമിലിക്കോ ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അവർക്ക് നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും ഇത്. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. അങ്ങനെയാണെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അടിപൊളിയായിട്ട് അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പൊ വീണ്ടും ഒരു ട്രാവൽ കണ്ടന്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെയും ബൈ.